സത്യം തന്നെയാണ് അദ്ദേഹം. ഓരോ കഥയിലും ഓരോ നോവലിലും തൻ്റെ സിനിമയിലും സത്യം സിനിമ പറഞ്ഞു തുടങ്ങുന്നത് MT വാസുദേവൻ നായർ സിനിമയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആണ്. അതുവരെ കേവലം കെട്ടുകഥകളായിരുന്നു മലയാള സിനിമ. വായിക്കുന്ന ഓരോരുത്തരും അവനവന്റെ സ്മരണ കൂട്ടിയിട്ടാണ് MT വാസുദേവൻ നായരെ ഉണ്ണുക. അതാണ് MTയുടെ വലിയ ഒരു വ്യത്യാസം. MTയെ കേവലം വായിക്കാൻ നമുക്ക് സാധ്യമേ അല്ല. നമ്മുടെ ബാല്യം, നമ്മുടെ അനാഥത്വം, നമ്മുടെ യൗവനം, ഇതെല്ലാം ചേർത്തിട്ടാണ്, നമ്മുടെ അസംതൃപ്തികൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് നാം MTയെ വായിക്കുക. ഇതാ ഈ അടുത്ത ദിവസവും നമ്മൾ വായിച്ചു, വിരൂപയായതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരുവളെ കുറിച്ച്. വാസ്തവത്തിൽ സൗന്ദര്യം ഒരു മിത്താണ്, ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയായ ഈ സൗന്ദര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ജീവിതം സാധ്യമല്ലാതായി തീർന്ന, ഗൃഹജീവിതം പോലും സാധ്യമല്ലാതായി തീർന്ന ഒരവസ്ഥയെ അദ്ദേഹം അതിൽ ആവിഷ്കരിക്കുന്നു. അത് പക്ഷേ കാലം കഴിയുമ്പോൾ നവോമി വൂൾഫ് എന്ന് പറയുന്ന എഴുത്തുകാരി ബ്യൂട്ടി ഈസ് എ മിത്ത് എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോൾ MTയെ ഓർത്ത് കാണില്ല. മലയാളികൾ ആ പുസ്തകം വായിക്കുമ്പോൾ MTയെ ഓർക്കും. ഇന്റിമേറ്റ് റൈറ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർ ആണ്. അവരുടെ എഴുത്തുകാരനല്ല MT, എൻ്റെ എഴുത്തുകാരനാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്നത് MTയുടെ സത്യമായിരുന്നു. MTയുടെ ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ ഒരു രസം കാണാം. MT മാത്രം വേറെ ഒരു ലോകത്തിലാണ്. ബാക്കി എല്ലാവരും ഈ ഗ്രൂപ്പ് ഫോട്ടോയിലാണെങ്കിൽ MT മാത്രം വേറെ എവിടെയോ ആണ്. എല്ലായ്പ്പോഴും MT വേറെ എവിടെയോ ആണ്. MTയെ കുറിച്ച് ഓർക്കാൻ ഒന്നിച്ചിരിക്കുമ്പോഴല്ല സാധ്യമാകുക, ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട എല്ലാ മേഖലകളും നമ്മെ സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നവയായിരുന്നില്ല, വേദന കൊണ്ട് നെടുവീർപ്പിടിവിക്കുന്നവ ആയിരുന്നു. എന്നിട്ടും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT ആയി തീർന്നു. കേരളത്തിൽ ഉടനീളം സദസ്സുകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും സ്വാഗത ഭാഷകർ പറയുമ്പോൾ ഒരിക്കൽ പോലും ഒരു സ്വാഗത ഭാഷകനും ആദരണീയനായ MT എന്നായിരിക്കില്ല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്, പ്രിയപ്പെട്ട MT എന്നായിരിക്കും. വാസ്തവത്തിൽ ഞാൻ അദ്ദേഹത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് എന്ന് പറഞ്ഞുകൂടാ, എന്തിനാണ് MT ഡൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതി. MTക്ക് അല്ലാതെ തന്നെ ഈ വലിയ ഇമേജ് ഇല്ലേ, ഇങ്ങനെ ഡൈ ചെയ്ത് ഒരു ചെറുപ്പക്കാരനായിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. MTയെ കുറിച്ച് മാത്രമല്ല, യേശുദാസിനെ കുറിച്ചും കൂട്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ പക്ഷേ കാലത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി MTയും യേശുദാസും മുടി വെളുപ്പിച്ചു. അപ്പോൾ എനിക്ക് ആ യേശുദാസിന്റെ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഋഷിയെ പോലെ ഇരിക്കുന്നു അയാൾ, അല്ലേ? എന്തൊരു ഭംഗിയായിപ്പോ കാണാൻ. പക്ഷെ MTക്ക് അത് ചേരുന്നതേയില്ല. അദ്ദേഹത്തിന് ആ യൗവനം മാത്രമേ ചേരുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരർത്ഥത്തിൽ അത് മനസ്സിലാക്കാതെയാണ് ഞാൻ എഴുതിയത്. നമ്മുടെ മനസ്സിലൊക്കെയുള്ള MT വാസുദേവൻ നായർ ചെറുപ്പക്കാരനായ MT വാസുദേവൻ നായരാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ആര്യാടൻ ഷൗക്കത്ത്, എനിക്കേറെ പ്രിയങ്കരിയായ സാറാ ജോസഫ്, എൻ്റെ കൂട്ടുകാരൻ NP വിജയകൃഷ്ണൻ, CV ബാലചന്ദ്രൻ, KC മരക്കാർ, MP സലീഷ് കൂടല്ലൂർ, സ്വാഗതോദ്ഭാഷണം ചെയ്ത ശ്രീമതി MT ഗീത, സുഹൃത്തുക്കൾ. കൂടല്ലൂരായിരുന്നു MTയുടെ ഒരു കാലത്തെ വിലാസം എങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇനി അനവധി കാലത്തേക്ക് കൂടല്ലൂരിൻ്റെ വിലാസം MT വാസുദേവൻ നായർ ആയിരിക്കുന്നു എന്നതാണ് ഒരു. ഈ പ്രദേശം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയ സിനിമകൾ കാണുമ്പോൾ സങ്കടപ്പെടും. എന്തുമാതിരി പുഴകളായിരുന്നു, എന്ത് വിസ്തൃതങ്ങളായ വയലുകളായിരുന്നു, എന്തു ഇടവഴികളായിരുന്നു, എന്തൊരു ജാതി മനുഷ്യരായിരുന്നു ഇവിടെ എന്ന്. അതെല്ലാം ഇല്ലാതായിരിക്കുന്നു
അതുപോലെ ഈ പ്രദേശം ഒരാളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിത്യമായി അനശ്വരമാക്കപ്പെട്ടിരിക്കുന്നു. അതിന് അവർ നൽകുന്ന ആദരവാണ് ഈ സ്മരണ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ മുൻ തലമുറകൾ അനുഭവിച്ച വേദനകൾ, അതുകൊണ്ടാണ് MT വാസുദേവൻ നായർ തൻ്റെ കഥകൾ എഴുതിയിട്ടുള്ളത്. ആ കഥകളൊക്കെ വേദനാകരം ആണ്. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകൾ അവസാനിക്കുമ്പോൾ ശുഭം മംഗളം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. പക്ഷേ MT വാസുദേവൻ നായരുടെ കഥകളുടെ അവസാനത്തിൽ ശുഭം മംഗളം എന്നൊന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനേ സാധ്യമല്ല. അതത്രയും വേദനയാണ്, വേദനയിലേക്ക് തുറക്കുന്നവയാണ്, നമ്മെ അസ്വസ്ഥരാക്കുന്നതാണ്. അത് വലിയ അത്ഭുതമാണ്. അസ്വസ്ഥമാക്കുന്ന ഒരു രചന നമ്മൾ എങ്ങനെ ഈ വിധത്തിൽ സ്വീകരിക്കുന്നു എന്നത് വിസ്മയകരമാണ്. ചിരിക്കാനുള്ളതല്ല, മറക്കാനുള്ളതല്ല. നമ്മളെ നിരന്തരമായി വേട്ടയാടുന്ന കഥകൾ എഴുതിക്കൊണ്ട് അദ്ദേഹം എല്ലാവർക്കും പ്രിയങ്കരനായി മാറിയതിലെ മാജിക് എന്താണ് എന്ന് നാം നോക്കും. ആ മാജിക് ഒന്നുമല്ല, സത്യം ആണ് ആ മാജിക്. സത്യം തന്നെയാണ് അദ്ദേഹം ഓരോ കഥയിലും ഓരോ നോവലിലും തൻ്റെ സിനിമയിലും. സത്യം സിനിമ പറഞ്ഞു തുടങ്ങുന്നത് MT വാസുദേവൻ നായർ സിനിമയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആണ്. അതുവരെ കേവലം കെട്ടുകഥകളായിരുന്നു മലയാള സിനിമ. ഇന്നും ഇനിയും അങ്ങനെ ആയിത്തീർന്നുകൂടാ എന്നും നാം മനസ്സിലാക്കുന്നു. അപ്പോൾ കേവലം കെട്ടുകഥകളുടെ ഈ ലോകത്തിൽ നിന്ന് വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ കഥകൾ സിനിമയിലേക്ക് വന്നു MT വാസുദേവൻ നായരാൽ. അങ്ങനെ കഥകളാകട്ടെ, കവിതകളാകട്ടെ, അല്ല കഥകളാകട്ടെ, നോവലാകട്ടെ, സിനിമയാകട്ടെ, നാടകമാകട്ടെ, അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട എല്ലാ മേഖലകളും നമ്മെ സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നവയായിരുന്നില്ല, വേദന കൊണ്ട് നെടുവീർപ്പിടിവിക്കുന്നവ ആയിരുന്നു. എന്നിട്ടും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT ആയി തീർന്നു. കേരളത്തിൽ ഉടനീളം സദസ്സുകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും സ്വാഗത ഭാഷകർ പറയുമ്പോൾ ഒരിക്കൽ പോലും ഒരു സ്വാഗത ഭാഷകനും ആദരണീയനായ MT എന്നായിരിക്കില്ല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്, പ്രിയപ്പെട്ട MT എന്നായിരിക്കും. ഇതൊരു വ്യത്യാസമാണ്. MTയുടെ രചനകളിലേക്ക് മുഴുവൻ നമുക്കൊരു കാഴ്ച തരുന്ന വ്യത്യാസം ആണ്. ഓരോ വ്യക്തിയുടെയും ഇന്റിമേറ്റ് റൈറ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർ ആണ്. അവരുടെ എഴുത്തുകാരനല്ല MT, എൻ്റെ എഴുത്തുകാരനാണ്. ഓരോരുത്തരും അതറിഞ്ഞതിനാലാണ് MTയെ ഈ വിധത്തിൽ സ്വീകരിച്ചത്. അദ്ദേഹം സമൂഹത്തിന്റെ എഴുത്തുകാരനായിരുന്നില്ല, വ്യക്തിയുടെ വേദനകളും അസ്വസ്ഥതകളും അദ്ദേഹം ആവിഷ്കരിച്ചു കൊണ്ടിരുന്നു. ആ വേദനകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ജീവിതത്തെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിത്യമായ അനുഭവങ്ങൾ ആയി മാറിയത്. MT വാസുദേവൻ നായർ വലിയ ഒരുക്കങ്ങളോടുകൂടിയേ ഒരു കഥ എഴുതാറുള്ളൂ. അദ്ദേഹം വരുന്ന വഴി യാതൊന്നും എഴുതാറില്ല. ഒരു കഥ എഴുതുമ്പോൾ, കുട്ടിയടത്തി പോലെ ഒരു ചെറുകഥ എഴുതുമ്പോൾ, ഇതാ ഈ അടുത്ത ദിവസവും നമ്മൾ വായിച്ചു, വിരൂപയായതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരുവളെ കുറിച്ച്. വാസ്തവത്തിൽ സൗന്ദര്യം ഒരു മിത്താണ്, ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയായ ഈ സൗന്ദര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ജീവിതം സാധ്യമല്ലാതായി തീർന്ന, ഗൃഹജീവിതം പോലും സാധ്യമല്ലാതായി തീർന്ന ഒരവസ്ഥയെ അദ്ദേഹം അതിൽ ആവിഷ്കരിക്കുന്നു. അത് പക്ഷേ കാലം കഴിയുമ്പോൾ നവോമി വൂൾഫ് എന്ന് പറയുന്ന എഴുത്തുകാരി ബ്യൂട്ടി ഈസ് എ മിത്ത് എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോൾ MTയെ ഓർത്തു കാണില്ല. മലയാളികൾ ആ പുസ്തകം വായിക്കുമ്പോൾ MTയെ ഓർക്കും. കാണാൻ എന്തെങ്കിൽ കയറി വരാം എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നു. അതുപോലുള്ള പരസ്യവാചകം ഓരോരുത്തൻ്റെയും
ജീവിതം ആയിത്തീർന്ന ഒരു കാലത്തിൻ്റെ ശിക്ഷയാണ് MT വാസുദേവൻ നായരുടെ മാളു അനുഭവിച്ചത് എന്നർത്ഥം. വീട്ടിലുമില്ല അഭയം, നാട്ടിലുമില്ല അഭയം, ആരും തന്നെ തിരിച്ചറിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയാത്തത് കൊണ്ട് ഭ്രാന്ത് പിടിച്ച വേലായുധൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുമുണ്ട്. MT വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവ് വായിച്ച് ഒരു ലേഖനം എഴുതാൻ വേണ്ടി രണ്ടാമത് വായിച്ച ദിവസം ഞാൻ എൻ്റെ അച്ഛനെ സ്വപ്നം കണ്ടു. അതെന്തുകൊണ്ടായിരുന്നു? ഞാൻ പിന്നീട് ആലോചിച്ചു. നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മളെക്കാൾ ബുദ്ധിയുണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മളെക്കാൾ ഓർമ്മയുമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും 40 വർഷം മുമ്പ് മരിച്ച അച്ഛനെ അപൂർവ സന്ദർഭങ്ങളിലേ ഞാൻ പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ടപ്പോൾ വിശ്ലാവ സിംബോസ്ക പറയുന്നത് പോലെ കൂടുതൽ തടിച്ചിട്ടുണ്ടോ, മുടി നീണ്ടിട്ടുണ്ടോ എന്നൊന്നും നോക്കാൻ എനിക്കൊട്ട് സാധിച്ചിട്ടുമില്ല. എന്നാലും ഈ വയസ്സിൽ ഇരുട്ടിൻ്റെ ആത്മാവ് വായിച്ചപ്പോൾ ഞാൻ MTയെ എങ്ങനെ സ്വപ്നം കണ്ടു എന്നാണെങ്കിൽ അതിൻ്റെ കാരണം ഇതായിരുന്നു. ഞാൻ അച്ഛനെയാണ് സ്വപ്നം കണ്ടത് എന്നതായിരുന്നു അതിൻ്റെ കാരണം. മരുമക്കത്തായ വ്യവസ്ഥയിൽ അനാഥനായ ഒരു കുട്ടി, ചെറിയ പ്രയാസങ്ങളെ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. ഒരു പരിഗണനയും കിട്ടുന്നില്ല, ഒരു സ്നേഹവും കിട്ടുന്നില്ല. അയാളെ സ്നേഹിച്ചിരുന്ന മുറപ്പെണ്ണിന് പോലും മറ്റാരുമില്ലാത്തപ്പോൾ കുട്ടിയേട്ടാ എന്ന് വിളിക്കാനുള്ള ധൈര്യമേ കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെ അതികർക്കശക്കാരനായ ഒരു കാരണവർ, ആ വാക്ക് ഭയങ്കരമാണ്, എല്ലാറ്റിൻ്റെയും കാരണമായിരിക്കുന്ന ആളാണ് ഈ അമ്മാവൻ. അങ്ങനെ മരുമക്കത്തായ വ്യവസ്ഥിതിയിൽ ഒരമ്മാവന്റെ ശിക്ഷണത്തിൽ അതിരൂക്ഷമായി ജീവിക്കേണ്ടി വന്നതിൻ്റെ ഫലമായിട്ടാണ് വേലായുധൻ ഉണ്ടാകുന്നത്. പക്ഷെ അയാൾക്ക് പുറത്തു പോകാൻ ശ്രമിച്ചെങ്കിലും സാധിക്കില്ല. കാരണം അക്കാലം അതിന് സമ്മതിക്കില്ലായിരുന്നു. അയാൾ പൊട്ടിയ ചങ്ങലയുമായി വീട്ടിലേക്ക് മടങ്ങി വന്ന് എന്നെ കെട്ടിയിടൂ, എനിക്ക് ഭ്രാന്താണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭ്രാന്ത് അഭയമായി തീർന്ന ഒരു മരുമക്കത്തായ വ്യവസ്ഥയിൽ എന്തായിരുന്നു അയാൾ അനുഭവിച്ച അഭാവം എന്ന് ചോദിച്ചാൽ, ആരുടെ അഭാവമാണ് അയാളെ ഇങ്ങനെയാക്കിയത് എന്ന് ചോദിച്ചാൽ, ഒരച്ഛൻ്റെ അഭാവമായിരുന്നു എന്നതാണ് ഉത്തരം. മക്കത്തായ വ്യവസ്ഥിതിയുടെ ആവശ്യം അതായിരുന്നു. അത് ചരിത്രപരമായ മുന്നേറ്റത്തിൻ്റെ അടുത്ത ഘട്ടവുമായിരുന്നു. ആ ഘട്ടത്തിലേക്കുള്ള പ്രവേശനത്തെയാണ് MT നിഗൂഢമായി ഇരുട്ടിൻ്റെ ആത്മാവിൽ ആവിഷ്കരിച്ചത്. അഥവാ അച്ഛൻ്റെ ഈ അഭാവം കാരണമാണ്, അച്ഛൻ്റെ അഭാവമുള്ള ഞാൻ അന്ന് അത് സ്വപ്നം കാണാൻ ഇടയായത്. പറഞ്ഞു വന്നത് അതൊന്നുമല്ല. കാരണം വായിക്കുന്ന ഓരോ ആളുകളും അവനവന്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് MTയെ വായിക്കുക. വായിക്കുന്ന ഓരോരുത്തരും അവനവന്റെ സ്മരണ കൂട്ടിയിട്ടാണ് MT വാസുദേവൻ നായരെ ഉണ്ണുക. അതാണ് MTയുടെ വലിയ ഒരു വ്യത്യാസം. MTയെ കേവലം വായിക്കാൻ നമുക്ക് സാധ്യമേ അല്ല. നമ്മുടെ ബാല്യം, നമ്മുടെ അനാഥത്വം, നമ്മുടെ യൗവനം, ഇതെല്ലാം ചേർത്തിട്ടാണ്, നമ്മുടെ അസംതൃപ്തികൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് നാം MTയെ വായിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം ഓരോ വ്യക്തിയുടെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആയി മാറുന്നത്. അങ്ങനെ MTയിലല്ല വായിക്കാൻ കഴിയുക, നമ്മളിൽ തന്നെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക. എൻ്റെ കഥ നിന്റെയും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശീർഷകം. ആ ശീർഷകം ഇതാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ എഴുതിയ ഇവളുടെ കഥയല്ല അത്, ഇവളെ മുൻനിർത്തി ഞാൻ എഴുതിയ നിങ്ങളുടെ കഥയാണ് അത്. ഓരോ വ്യക്തിയുടെയും കഥയാണ് MT എഴുതിയത്. കൂടല്ലൂർക്കാരായ ഓരോ മനുഷ്യന്റെയും കഥയാണ് MT എഴുതിയത്. ഞാൻ ജയമോഹനോട് ഒരിക്കൽ അയാളുടെ ഒരു നോവൽ അതേപടി സത്യം മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ട്, മുഴുവനും സത്യമാണോ? അപ്പോഴയാൾ പറഞ്ഞത്, വിശ്വസനീയതയ്ക്ക് വേണ്ടി കുറച്ച് നുണ ചേർത്തിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ വിശ്വസനീയതയ്ക്ക് വേണ്ടി ചേർത്ത ചില നുണകളല്ലാതെ MTയിലില്ല. എല്ലാം സത്യം, പരമസത്യം. അതുകൊണ്ട് ഈ സത്യം നമ്മളെ MTയിലേക്ക് വല്ലാതെ അടുപ്പിക്കുന്നു. കാരണം അത് എൻ്റെയും നിങ്ങളുടെയും സത്യമാണ് എന്നതിനാൽ. ഇതുകൊണ്ടാണ് വൈലോപ്പിള്ളി പറയുന്നത് പോലെ, ദുഷ്ടനാം വിടൻ ഞാനിനി മേലിൽ കഷ്ടമെങ്ങനെ കണ്ണാടി നോക്കും എന്ന അവസ്ഥ
MTയുടെ കണ്ണാടി നോക്കിയാലും നമുക്ക് കാണാം ഏറ്റവും അസുന്ദരനും ഏറ്റവും അസ്വസ്ഥനും ആയ നമ്മൾ MTയുടെ കണ്ണാടിയിലാണ് പ്രതിഫലിക്കുന്നത്. നമുക്ക് പക്ഷേ വിരോധമല്ല. ഈ സത്യമായ അനാവരണത്തിനോട് അഭിമാനവും ആനന്ദവും സ്നേഹവുമാണ് തോന്നുക. ഒരാളെന്റെ വേദനയെ തിരിച്ചറിയുന്നല്ലോ ഈ വിധത്തിൽ. അതിലും വലുതൊന്നും അല്ലല്ലോ എൻ്റെ ഓരോ മനുഷ്യനും അവന്റെ വേദനയാൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എവല്യൂഷനിൽ മനുഷ്യനിൽ എത്തിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു മൃഗം ഉണ്ടായിത്തീരുന്നത്. മറ്റത് അനുഭവിക്കുമ്പം തീരും, അനുഭവിച്ചു കഴിഞ്ഞാലില്ല. പക്ഷെ നമ്മളെ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വേട്ടയാടുന്ന ഈ വേദനയുടെ ഒരു കഥാകാരനാണ് MT വാസുദേവൻ നായർ. അതുകൊണ്ട് ഓരോരുത്തരായി നമ്മളെല്ലാം ഏകാകികളാണെങ്കിൽ ആ ഏകാകിയോട് MT സംസാരിച്ചു എന്നതാണ് പ്രധാനം. ആൾക്കൂട്ടത്തിൽ തനിയെ എന്നത് MTയുടെ സത്യമായിരുന്നു. MTയുടെ ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ ഒരു രസം കാണാം. MT മാത്രം വേറെ ഒരു ലോകത്തിലാണ്. ബാക്കി എല്ലാവരും ഈ ഗ്രൂപ്പ് ഫോട്ടോയിലാണെങ്കിൽ MT മാത്രം വേറെ എവിടെയോ ആണ്. എല്ലായ്പ്പോഴും MT വേറെ എവിടെയോ ആണ്. MTയെ കുറിച്ച് ഓർക്കാൻ ഒന്നിച്ചിരിക്കുമ്പോഴല്ല സാധ്യമാകുക, ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. MTയെ കുറിച്ച് കേൾക്കുമ്പോൾ, MTയെ കുറിച്ച് സ്മരിക്കുമ്പോൾ നിങ്ങൾ ഓരോ ഏകാകികളായിത്തീരുന്നു. നിങ്ങൾ മാത്രമായിത്തീരുന്നു, നിങ്ങളായിത്തീരുന്നു എന്ന് അർത്ഥം. ഈ ഒരു ഏകാന്തതയാണ് MTയുടെ വലിയ ഒരു സംഭാവന എന്ന് പറയാം. കാരണം അച്ഛനറിയില്ല, അമ്മയ്ക്കറിയില്ല, കൂട്ടുകാർക്കറിയില്ല, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മറ്റാളുകൾക്കറിയില്ല യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന്. ഓരോ മനുഷ്യനും ഏകാകിയാണ്. അത് പങ്കിടാൻ ഈ ലോകത്തിൽ വഴികളൊന്നുമില്ല. അങ്ങനെ പങ്കിടാനാകാത്ത ഏകാന്തത പങ്കിട്ട ഒരാൾ എന്ന നന്ദിയാണ് നമുക്ക് MT വാസുദേവൻ നായരോട് ഉണ്ടാവുക. നാം പറയാതെ അദ്ദേഹം അത് കേട്ടുവല്ലോ, നമുക്കായി അത് ആവിഷ്കരിച്ചുവല്ലോ. അങ്ങനെ ഈ വേദനകളുടെ കഥകളാണ് അദ്ദേഹം ഏറ്റവും തീക്ഷ്ണമായി എഴുതിയത്. എൻ്റെ അഭിപ്രായത്തിൽ MTയുടെ മാസ്റ്റർ പീസുകൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാണ്, നോവലുകൾ അല്ല. നല്ല മികച്ച നോവലുകളാണ്, അതൊന്നും അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ MT ചെറുകഥ എഴുതിയപ്പോൾ അതിൻ്റെ രൂപശില്പം മലയാളത്തിൽ ഒരു പക്ഷേ നമ്മുടെ കാരൂരിലാണ് ഈ രൂപശില്പം ഉണ്ടായി തുടങ്ങുന്നത് മലയാളത്തിൽ. അങ്ങനെ ഈ കാരൂരിൻ്റെ ചെറുകഥകൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ കാരൂരിന് അവതാരിക എഴുതിയിട്ടുള്ളത്, സമഗ്ര സംഭാവനയ്ക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരാണ് മറ്റൊരാളെ കുറിച്ച് ഏറ്റവും വാചാലമായി സംസാരിക്കുന്ന ഒരു പുസ്തകം എഴുതിയത്. അത് ഹെമിംഗ്വേയെ കുറിച്ചാണ്. ഹെമിംഗ്വേക്ക് ഒരു മുഖൗര എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വേണമെങ്കിൽ നമുക്ക് MTയുടെ മുഴുവൻ സാഹിത്യത്തെയും ഹെമിംഗ്വേക്ക് ഒരു മുഖൗര എന്ന് പറയാം. കാരണം ഹെമിംഗ്വേയുടെ ആ ശ്രദ്ധ, രൂപശില്പത്തിലുള്ള ആ നിയന്ത്രണം, ഒരു വിശേഷണ പദം പോലും അധികമായി ഉണ്ടാകരുത്. ഒരിടത്തും ചിരി വന്നാൽ പോലും ആ ചിരി അധികമായി കൂടാ. എപ്പോഴും താൻ തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. ഇങ്ങനെ കഥയുടെ അവസാനം വരെ അത്ഭുതകരമായ നിയന്ത്രണം കാട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരനെ എനിക്ക് മലയാളത്തിൽ സങ്കല്പിക്കാനാവില്ല. MTയുടെ ചെറുകഥകൾ MT മാസ്റ്ററാണ് എന്ന് നമ്മളോട് നിത്യവും പറയും. അത് അവസാനം വരെ. ഷെർലക്ക് പോലെ ഒരു കഥ എടുത്തു നോക്കുക, വിൽപ്പനയ്ക്ക് പോലെയുള്ള ഒരു കഥ എടുത്തു നോക്കുക. അങ്ങനെ ഓരോ കഥയിലും കാണാം ഈ മനുഷ്യർ പ്രത്യക്ഷത്തിൽ സന്തോഷമുള്ളവരായി കഥയുടെ ആരംഭത്തിൽ പ്രത്യക്ഷപ്പെടുകയും കഥ മുന്നോട്ട് പോകുന്തോറും അവരനുഭവിക്കുന്ന ഏകാന്തത കുറേശ്ശെയായി വെളിവാകുകയും അതിദാരുണമായ ഒരു ഘട്ടത്തിൽ അത് അവസാനിക്കുകയും ചെയ്യുന്നു. മനുഷ്യ, നീ എത്ര നിർഭാഗ്യവാനാണ് എന്ന് പറയുന്നു ഓരോ കഥകളും. എന്നിട്ടും ഈ നിർഭാഗ്യവാനാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടും നാം അദ്ദേഹത്തെ കൊണ്ടാടുക തന്നെയായിരുന്നു. കാരണം അതിലെ സത്യത്തെ നിഷേധിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല എന്നതിനാൽ
അങ്ങനെ ഓരോ ചെറുകഥകളും നോവലും സിനിമയും സതയം പോലെ ഒരു സിനിമ കണ്ടാൽ നമുക്ക് 1-2 ദിവസത്തേക്ക് ഉറക്കം വരില്ല വാസ്തവത്തിൽ. അങ്ങനെ എം ടിയുടെ സിനിമകളാകട്ടെ, അത്തരം സിനിമകളൊന്നും മുമ്പ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നമ്മൾ തന്നെ ഓർത്ത് നമ്മൾ ഏകാകികളായി പോകുന്ന തരം സിനിമാനുഭവങ്ങൾ മലയാളത്തിൽ ഉണ്ടാകുന്നത് എം ടിയോട് കൂടിയാണ്. നാട്ടിൻപുറങ്ങൾ, അതാ ഈ കൂടല്ലൂർ എന്തൊരു ഭാഗ്യം ചെയ്ത ദേശമാണ് എന്ന് ആലോചിച്ച് നോക്കണം. എത്ര കഥാപാത്രങ്ങളെയാണ്, എത്ര കഥകളെയാണ് ഇത് നൽകിയിട്ടുള്ളത് അല്ലെ? ഈ ചെറിയ പ്രദേശം. അദ്ദേഹത്തിന്റെ രചനയുടെ വലിയ ഒരു വ്യത്യാസം, ഇപ്പൊ തകഴി തന്റെ സ്ഥലം മുൻനിർത്തി എഴുതിയിട്ടുണ്ട്. എസ്.കെ. പൊറ്റക്കാട് മിക്കവാറും അങ്ങനെയാണ് എഴുതാറുള്ളത്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അവർ സാധാരണ കണ്ണടയിലൂടെയാണ് കാര്യങ്ങൾ കണ്ടിരുന്നത്. പക്ഷേ എം ടി ടെലിസ്കോപ്പിക് ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള കണ്ണടയിലൂടെയാണ് കണ്ടിട്ടുള്ളത്. ഈ സൂക്ഷ്മതയാണ് എം ടിയെ നമ്മെ വശീകരിക്കുന്നത്. എത്ര സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ഓരോ നിരീക്ഷണവും, അത്ഭുതകരമാണത്. അതുകൊണ്ടാണ് ചെറുകഥ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഹെമിംഗ്വേയോ വില്യം ഫോക്കനറോ ഒക്കെ എഴുതിയ നിലവാരത്തിലുള്ള അത്ഭുതകരങ്ങളായ കഥകൾ വായിക്കാവുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോ അടുത്തൊരു നോവൽ വന്നിരിക്കുന്നു, പട്ടുനൂൽ പുഴു എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഹരീഷിന്റെ ഒരു നോവൽ, അതെനിക്ക് വലിയ ഇഷ്ടമായതിൻ്റെ ഒരു കാരണം ഈ സൂക്ഷ്മമായ ഡീറ്റെയിൽസിന്റെ ഒരു സമൃദ്ധിയാണ്. അപ്പോൾ നിരീക്ഷിക്കുക, ഓരോന്നും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോന്നും നിരീക്ഷിക്കണമെങ്കിൽ അതിൽ ഭാഗഭാഗാകാതെ മാറി നിൽക്കുന്ന ഒരാളുണ്ടാകണം. എം ടി മാറി നിന്നു ഇതിൻ്റെ ഭാഗമായി തീരാൻ. അതിൻ്റെ ഭാഗമായി തീർന്നാൽ ഇതൊന്നും സാധ്യമല്ല. അങ്ങനെ ഈ കൂടല്ലൂർ പ്രദേശത്തെ അദ്ദേഹം പ്രപഞ്ചമാക്കി മാറ്റി. അതാണ്. അത് പ്രപഞ്ചമാകണമെങ്കിൽ എന്ത് വേണം? ടെലിസ്കോപ്പ് വേണ്ടേ? ഭൂതക്കണ്ണാടി വെച്ചാലല്ലാതെ വലുതാകും. വായനയെ കുറിച്ചുള്ള ഒരു രസം എന്താന്ന് പറഞ്ഞാൽ, വായനയ്ക്ക് ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, പ്രസംഗം അധികം നീളമൊന്നുമില്ല കേട്ടോ, വായനയ്ക്ക് ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടായതാണ് കണ്ണട എന്നാ പറയുന്നത്. വായന വന്നു, പുസ്തകം വന്നു, അപ്പോഴാണ് ആളുകൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് കാഴ്ച ഒരുപോലെയല്ല. ദൂരത്ത് നിന്ന് കാണുന്നവർ, അടുത്ത് നിന്ന് കാണുന്നവർ, വളരെ അടുപ്പിച്ചാൽ മാത്രം കാണുന്നവർ, ഇതിൽ ഭീകരമായ അസമത്വമുണ്ട്. ഈ അസമത്വം പരിഹരിക്കാൻ എന്ത് ചെയ്യും? അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ണട ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാവരും തുല്യരായി തീർന്നു വായനയുടെ കാര്യത്തിൽ. കണ്ണട വെച്ചാൽ കണ്ണട വെക്കാത്തവർ വായിക്കുന്ന പോലെ വായിക്കാം. അപ്പോൾ തുല്യത വന്നു. അങ്ങനെ തുല്യത വന്നപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കൊരു താല്പര്യം ഉണ്ടായി, ഈ ലെൻസിനെ തീക്ഷ്ണമാക്കിയാലോ. അങ്ങനെ തീക്ഷ്ണതരമാക്കിയപ്പോ മൈക്രോസ്കോപ്പ് ഉണ്ടായി. ഇല്ലാതിരുന്ന, നാം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത നിരവധി അണുക്കളുടെ ലോകം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കി. ഇതേ ലെൻസിനെ വലുതാക്കിയപ്പോ എന്തുണ്ടായി? ടെലിസ്കോപ്പ് ഉണ്ടായി. അതുവരെ അനിശ്ചിതമായിരുന്നു സമുദ്രയാത്രകളെല്ലാം. അപ്പുറത്തുള്ളത് കാണാനാകുമായിരുന്നില്ല. പാറയിൽ തട്ടി കപ്പലുകൾ പൊളിഞ്ഞു, ഭീകരമായിരുന്നു യാത്രകൾ. പക്ഷെ ഇത് കഴിഞ്ഞപ്പോ അപ്പുറം കാണാം, പാറ കാണാം, അപകടമില്ല. ലോകം വലുതാവുകയാണ്. അങ്ങനെ നമ്മുടെ ലോകം നമ്മുടെ നിയന്ത്രണത്തിൽ വരികയാണ്. വായന എന്ന് പറയുന്നത് ഈ കണ്ണടയുടെ ഒരു സംഭാവനയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എം ടി വാസുദേവൻ നായരാകട്ടെ ഈ വായനയുടെ ഒരു വലിയ ഭക്തനോ ആരാധകനോ ഒക്കെയായിരുന്നു. 300 പേജൊക്കെ അദ്ദേഹം ഒരു ദിവസം വായിക്കും എന്നാ പറയുന്നത്. 300 പേജ് ഒരു ദിവസം. അവസാന ഘട്ടത്തിൽ 50 പേജൊക്കെ വായിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് അദ്ദേഹം ഖേദിക്കുന്നുണ്ട്. ഇങ്ങനെ വായിച്ചിട്ടുള്ള ഒരാൾ ഒരുപക്ഷെ നമ്മുടെ എഴുത്തുകാരിൽ അത്യപൂർവം വരെ ഉണ്ടാകും. എം ടി തന്നെയേ ഉണ്ടാവൂ കഴിഞ്ഞ തലമുറയിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ആ വായന എന്ത് അദ്ദേഹത്തിന് നൽകി? ഞാൻ നേരത്തെ പറഞ്ഞ ഈ സുനിയന്ത്രണം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹത്തിന്റെ പത്രാധിപരെ നിരുപാധികം പ്രവർത്തിക്കുന്നതിന് അത് തുണച്ചു. വലിയ വലിയ രചനകളുമായി നിരന്തരം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നല്ല രചനകളെ എങ്ങനെ അവഗണിക്കും? അത് സ്വന്തം നാട്ടിൽ നിന്നായാലും ആ വായന
അദ്ദേഹത്തിലെ പത്രാധിപർക്ക് സൂക്ഷ്മമായ കണ്ണടകൾ കൊടുത്തു. അങ്ങനെ അതുവരെ ഒരു പക്ഷേ വരുമായിരുന്നിട്ടില്ലാത്ത വലിയ എഴുത്തുകാർ എം ടിയുടെ പിന്തുണയോടുകൂടി മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സക്കറിയ ഒരു കഥ അയച്ചു കൊടുത്തേ ഉള്ളൂ. അത് റിപ്പബ്ലിക്കിന്റെ പതിപ്പിലാണ് ആദ്യമായിട്ട് ഇടുന്നത്. ഈ ഒരു അംഗീകാരത്തിനുള്ള കലവറയില്ലാത്ത മനസ്സ് എവിടെ നിന്ന് കിട്ടി? ഈ നിരന്തരമായ വായന കൊണ്ട് ആർജിച്ച നിരുപാധികമായ ആ മനസ്സിൽ നിന്ന് കിട്ടിയതാണ്. അതുമാത്രവുമല്ല, എം ടിയെ ആര് വിമർശിച്ചാലും അദ്ദേഹം അതിൽ വേദനിക്കുന്ന ആളായിരുന്നില്ല. അങ്ങനെ വാസ്തവത്തിൽ ഞാൻ അദ്ദേഹത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് എന്ന് പറഞ്ഞുകൂടാ. എന്തിനാണ് എം ടി ഡൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതി. എം ടിക്ക് അല്ലാതെ തന്നെ ഈ വലിയ ഇമേജ് ഇല്ലേ, ഇങ്ങനെ ഡൈ ചെയ്ത് ഒരു ചെറുപ്പക്കാരനായിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. എം ടിയെ കുറിച്ച് മാത്രമല്ല, യേശുദാസിനെ കുറിച്ചും കൂട്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ പക്ഷേ കാലത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി എം ടിയും യേശുദാസും മുടി വെളുപ്പിച്ചു. അപ്പോൾ എനിക്ക് ആ യേശുദാസിന്റെ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഋഷിയെ പോലെ ഇരിക്കുന്നു അയാൾ, അല്ലേ? എന്തൊരു ഭംഗിയായിപ്പോ കാണാൻ. പക്ഷെ എം ടിക്ക് അത് ചേരുന്നതേയില്ല. അദ്ദേഹത്തിന് ആ യൗവനം മാത്രമേ ചേരുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരർത്ഥത്തിൽ അത് മനസ്സിലാക്കാതെയാണ് ഞാൻ എഴുതിയത്. നമ്മുടെ മനസ്സിലൊക്കെയുള്ള എം ടി വാസുദേവൻ നായർ ചെറുപ്പക്കാരനായ എം ടി വാസുദേവൻ നായരാണ്. യുവാക്കളുടെ എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായരാണ്. മലയാളത്തിലെ യുവാക്കളുമായി ജീവിതം പങ്കിട്ട എം ടി വാസുദേവൻ നായരായിരുന്നു. അതുകൊണ്ട് ചിലർക്ക് ചില നിയമങ്ങൾ ബാധകമല്ല എന്ന് എനിക്ക് തോന്നുകയും അങ്ങനെ എഴുതിയതിൽ ഞാനിപ്പോ ചെറുതായി വേദനിക്കുകയും ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന് അതാകാം, യേശുദാസിന് ആവില്ല. അതെന്തായാലും ശരി, അങ്ങനെയാണ്. അപ്പോ ഈ എം ടി വാസുദേവൻ നായർ എന്താണ് അദ്ദേഹത്തിന്റെ സബ്സ്റ്റൻസ്? അത് ഈ കൂടല്ലൂർക്കാർക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കറ എന്ന് പറയുന്ന ഒരു വാക്കാണ്. നമ്മളോട് അപരാധം ചെയ്ത ഒരാളോട്, കാരണമില്ലാതെ നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുടെ പേരാണ് കറ എന്ന് പറഞ്ഞത്. അതാണ് എം ടി വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളുടെ സബ്സ്റ്റൻസ്. അപ്പുണ്ണിയുടേതായാലും ശരി, ഭീമന്റേതായാലും ശരി, ഏതേത് കഥാപാത്രങ്ങളായാലും ശരി, ജീവിതത്താൽ, കാലത്താൽ, അതിൻ്റെ അഭിനയത്താൽ, ഇത്ര അഭിനയത്തോട് അസഹിഷ്ണുതയുള്ള ഒരു എഴുത്തുകാരനെ നിങ്ങൾ കാണുകയില്ല. അതാണ് അദ്ദേഹത്തിന്റെ കഥകളിലെ ഒരു സൗന്ദര്യമെന്നും ഞാൻ പറയുന്നു. അങ്ങനെ തന്നെ അനുഭവിപ്പിച്ചതിനുള്ള പക, അതാണ് കറ. അതുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം ജീവസ് കൈവന്നിരിക്കുന്നു. അത്തരം ഒരു ജീവചൈതന്യം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് ഉണ്ട്. കാരണം തെറ്റ് ചെയ്യാതിരിക്കാൻ ഈ സമൂഹത്തിൽ ആർക്കും കഴിയില്ല. ഒരു കുടുംബത്തിലും മറ്റംഗങ്ങൾക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. സ്നേഹങ്ങൾ എന്തുമാത്രം കപടങ്ങളാണ് എന്ന് എം ടിയെ പോലെ കഥകളിൽ ആവിഷ്കരിച്ച ഒരാളുമില്ല. താൻ അനുഭവിച്ച ഈ പക, അല്ലെങ്കിൽ തന്നിൽ മുളച്ചു വന്ന ഈ പക പുസ്തകങ്ങളിൽ, കഥകളിൽ ആവിഷ്കരിക്കുകയായിരുന്നു എം ടി വാസു. എന്തിനാ നമ്മളൊരു കഥയോ കവിതയോ ഒക്കെ എഴുതുന്നത്? വാസ്തവത്തിൽ ഒരു മരം ഫലം ഉണ്ടാക്കുന്നത് പോലെ, ഒരു ചെടി പൂ ഉണ്ടാക്കുന്നത് പോലെ നമ്മളിലെ സൗന്ദര്യം ആവിഷ്കരിക്കാനാണ് നാം രചനകളിൽ ഏർപ്പെടുന്നത്. പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ എന്ന ഒരു മഹാസമ്മർദ്ദമാണ് നമ്മളെ കഥയും കവിതയും ഒക്കെ എഴുതിയിരിക്കുന്നത്. ആ കഥയിലൂടെയും കവിതയിലൂടെയും നിരന്തരമായി പൂക്കുകയും, അങ്ങനെ പൂത്തപ്പോഴൊക്കെ ഓരോ മലയാളിയുടെയും ജീവിതം അതിൽ പുഷ്പിച്ചു വരികയും ചെയ്യണം എന്ന കല എം ടി വാസുദേവൻ നായർക്കുണ്ടായിരുന്നു. അത് അദ്ദേഹം സമൃദ്ധമായി വളർത്തിയെടുത്തു. ആദ്യകാല കഥകളിൽ നിന്ന് ഷെർലക്കിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ രചന എത്ര സൂക്ഷ്മമായി തീർന്നു,
എത്ര ഗാഠമായി തീർന്നു, എന്ത് ഗംഭീരമായ രൂപശില്പമാണ് ആ കഥയ്ക്കുള്ളത് എന്നോർക്കും. വേദന തന്നെയാണ് എഴുതിയത്. പക്ഷേ ആ വേദനയ്ക്ക് കൂടുതൽ അടിസ്ഥാനങ്ങൾ ഉണ്ടായിത്തീരുകയാണ് ചെയ്യുക. അങ്ങനെ എവല്യൂഷനിലൂടെ കൂടുതൽ വേദനിക്കാൻ കഴിയുന്നത് ആർക്കോ അവരാണ് എവല്യൂഷനിൽ മുന്നിൽ നിൽക്കുന്നവർ. അതുകൊണ്ട് സ്ത്രീയാണ് നിശ്ചയമായും മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് MTയുടെ മഞ്ഞിൽ കാത്തിരിക്കുന്ന ഒരു യുവതിയുണ്ട്. അയാൾ വരികയില്ല എന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും അവൾക്കറിയാം. എന്നിട്ടും കാത്തിരിക്കുന്നു. അയാളുടെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച് ചില സൂചനകൾ അതിലുണ്ട്. പലരും MT വാസുദേവൻ നായരെ വ്യക്തിപരമായി ആക്ഷേപിച്ചു ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ. അവരോട് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഇത് മാത്രമായിരുന്നു. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം കിട്ടിയത് കേരളത്തിലെ ഏറ്റവും മികച്ച ഗൃഹസ്ഥന് വേണ്ടിയിട്ടല്ല, ഏറ്റവും മികച്ച എഴുത്തുകാരന് വേണ്ടിയിട്ടാണ്. ഏത് ഗൃഹസ്ഥനെയും പ്രതിനിധീകരിക്കുന്ന ഒരു എഴുത്തുകാരന് വേണ്ടി. ആ എഴുത്തുകാരന്റെ ജീവിതമല്ല നിങ്ങൾ നോക്കേണ്ടത്. ഒരു കൃതി എന്താണ്, ഒരു എഴുത്തുകാരനെ എങ്ങനെ മനസ്സിലാക്കണം? വൃക്ഷത്തെ അതിൻ്റെ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം, ചെടികളെ അതിൻ്റെ പൂവിൽ നിന്ന് മനസ്സിലാക്കണം. ചെടിക്കില്ലാത്ത സൗരഭ്യവും സൗന്ദര്യവും പൂവിനുണ്ട്. വൃക്ഷത്തിനില്ലാത്ത സ്വാദും മാധുര്യവും ഫലത്തിനുണ്ട്. അതുകൊണ്ട് MT അല്ല, MTയുടെ രചനകളാണ് ഒരു നിത്യതയാണ്. ആ നിത്യതയായി തീർന്നിരിക്കുന്നു കൂടല്ലൂരിന്റെ ഇനിയുള്ള വിലാസം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.